ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ലോഗ്. ഇപ്പോൾ എത്ര പഴകിയ പാത്രങ്ങളാവട്ടെ, വാഷ് ബേസിനാവട്ടെ, സിങ്ക് ആവട്ടെ, എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഡിഷ് വാഷും അതേപോലെ ബേക്കിംഗ് സോഡയാണ്. ഇത് രണ്ടും ചേർത്തിട്ട് നമ്മൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കണമെന്ന് കാണാം. അപ്പോൾ നമുക്ക് അത്ര സമയമൊന്നും ഇതിന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എത്ര ചളിയുള്ള സാധനങ്ങളാണെങ്കിലും കൂടെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബേക്കിംഗ് സോഡ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഈ പാക്കറ്റ് കാണുമ്പോൾ വലുതാ തോന്നും, ഇതിലധികം സാധനമൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്ര വെച്ചാൽ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ യോജിപ്പിച്ചിട്ട് വെക്കൊന്നും വേണ്ട, അപ്പം തന്നെ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ കയ്യുമ്പോൾ വേണമെങ്കിൽ ഗ്ലൗസ് ഇടാം, ഇടാതിരിക്കുക, അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഗ്ലൗസ് ഇടുന്നതിന് ഏറ്റവും നല്ലത്. ബ്രഷ് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്ലൗസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കൈകൊണ്ട് ഏതായാലും ചെയ്യാതിരിക്കുകയാണ് നല്ലത്, കൈ കേടുവരും. ബേക്കിംഗ് സോഡയിലേക്ക് ഞാൻ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പാത്രങ്ങളും അതേപോലെ സിങ്കോ വാഷ് ബേസിനോ എന്ത് വേണമെങ്കിലും കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ കൈകൊണ്ട് ഞാനിവിടെ ചകിരി എടുത്തിട്ടാണ് പാത്രം കഴുകാൻ പോകുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ്. ഇത് നന്നായിട്ട് ഞാൻ ഈ ചകിരി വെച്ചിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഉൾഭാഗമൊക്കെ നമുക്ക് ബ്രഷ് ആയിട്ട് ഉരതാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ കൈ വെച്ചിട്ട് ഉരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചകിരി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്റ്റീൽ ബോളൊക്കെ എടുത്തിട്ടുണ്ട്, വര വീഴും, അതുകൊണ്ടാണ് ചകിരി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ പാത്രങ്ങൾ മുഴുവനും ഞാൻ വൃത്തിയാക്കി എടുത്ത് ഇനി ഞാൻ വാഷ് ബേസിനാണ് കഴുകാൻ പോകുന്നത്. അപ്പോൾ അത് കുറേ പഴയ വാഷ് ബേസിനാണ്. ഇത് നമ്മൾ സ്ഥിരം അങ്ങനെ കഴുകുന്ന കാരണം അങ്ങനെ വൃത്തികേടൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ കുഴൽക്കിണർ വെള്ളമല്ല, നല്ല വെള്ളമാണ്, അതുകൊണ്ടാണ് ഇത്രയും വൃത്തി. കുഴൽക്കിണറാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ വൃത്തിയാക്കിയിട്ടും കാര്യമില്ല, അതിൻ്റെ ഒരു കറ പിടിക്കും. അപ്പോൾ ഇത് സാധാ കിണറിലെ വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ പറ്റും.
നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാം എത്ര പെട്ടെന്നാണ് നമ്മൾ ഇത് വെച്ചിട്ട് വൃത്തിയാക്കിയത് എന്നുള്ളത്. അപ്പോൾ പാത്രങ്ങളായാലും സിങ്കായാലും വാഷ് ബേസിനായാലും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ടോയ്ലറ്റിലെ വാഷ് ബേസിനാണ് ഞാൻ വൃത്തിയാക്കി എടുക്കുന്നത്. എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ കുറേ സമയം ഉരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ദിവസം കഴുകുന്നതല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ലിക്വിഡുകളൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ വാഷ് ബേസിനും സിങ്കൊക്കെ വൃത്തിയാക്കൽ. അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ലിക്വിഡിൽ ഇതേപോലെ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കഴുകുകയാണെങ്കിൽ പൈപ്പിൻ്റെ അരികിലുള്ള ചളികളും അതേപോലെ വൃത്തികേടൊക്കെ പോയി കിട്ടും. ഞാൻ അത്രമാത്രം സമയമൊന്നും ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇവിടെ ക്ലീൻ ചെയ്യാണ്ട്, അപ്പോൾ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തെന്ന് മാത്രം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.